തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ ഭരണത്തിലാണ് വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്ക് കളമൊരുങ്ങുന്നത്. ഭരണസ്തംഭനവും കൗൺസിലർമാർ തമ്മിലുള്ള നിരന്തരമായ സംഘർഷങ്ങളും ചൂണ്ടിക്കാട്ടി ഇപ്പോൾ UDF അവിശ്വാസ പ്രമേയത്തിന് ഒരുങ്ങുമ്പോൾ കോർപ്പറേഷന്റെ ഭരണം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ 101 അംഗ കൗൺസിലിൽ 50 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് BJP അധികാരത്തിലിരിക്കുന്നത്. എന്നാൽ ഒരു സുഗമമായ ഭരണത്തിന് വേണ്ട ഭൂരിപക്ഷം നിലനിർത്താൻ ഇപ്പോൾ BJP പാടുപെടുകയാണ്. BJP ഭരണത്തെ ആശങ്കയിലാക്കുന്നത് വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതന്റെ അസാന്നിധ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് മുൻപിലൂടെ പോകുമ്പോൾ അറിയാം, അവിടെ സുഗതന്റെയൊക്കെ തന്നെ വലിയ ഫ്ലെക്സ് ബോർഡുകളാണ് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധങ്ങളുമാണ് അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. കാപ്പ കേസിൽ ജയിലിലായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കോടതി 4 ആഴ്ച സമയമാണ് നൽകിയിട്ടുള്ളത് എന്ന് മേയർ എടുത്തു പറയുന്നുണ്ട്. ഇതോടെ സഭയിൽ അംഗബലം 100 ചുരുങ്ങി. BJPക്ക് സ്വന്തമായി 49 അംഗങ്ങളാണുള്ളത്. ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണയോടെയാണ് ഇവർ 50 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തി നിൽക്കുന്നത്. എന്നാൽ അവിശ്വാസ പ്രമേയം വന്നാൽ ഈ സ്വതന്ത്രന്റെ നിലപാട് BJPയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യും. BJP ഭരണത്തെ താഴെ ഇറക്കാൻ LDFും UDFും കൈകോർക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാന ചർച്ച. പ്രതിപക്ഷത്ത് 29 സീറ്റുള്ള LDFും 20 സീറ്റുകളുള്ള UDFും മറ്റൊരു സ്വതന്ത്രനും ചേർന്ന് വോട്ട് ചെയ്താൽ ഭരണപക്ഷത്തിനെതിരെ 50 വോട്ടുകൾ സമാഹരിക്കാനാകും. ഇവർക്കൊപ്പം BJP പക്ഷത്തുള്ള സ്വതന്ത്രനായ പാറ്റു രാധാകൃഷ്ണനും കൂടുമാറിയാൽ അത് അട്ടിമറിയാകും. ഇത് BJP ഭരണത്തിന്റെ അന്ത്യം കുറിക്കും. എന്നാൽ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും CPMും ഇത്തരമൊരു തീരുമാനത്തിൽ ഒന്നിക്കുമോ എന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ VV രാജേഷിനെതിരെയാണ് പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവിശ്വാസ പ്രമേയം. സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ 1/3 പേരുടെ ഒപ്പ് അനിവാര്യമാണ്. എന്നാൽ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് 20 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണുള്ളത്. ഈ സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ CPMന്റെ സഹകരണം ആവശ്യമാണ്. എന്നാൽ കോൺഗ്രസുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് ഒപ്പിടാൻ തൽക്കാലം CPM തയ്യാറല്ല. അവർ അവരുടേതായിട്ടുള്ള രീതികളിലാണ് കോർപ്പറേഷനിലെ BJP ഭരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും കൗൺസിലിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് CPM താല്പര്യപ്പെടുന്നില്ല. ഈ രാഷ്ട്രീയ ഭിന്നതകൾ കാരണം പ്രതിപക്ഷത്തിന് ആവശ്യമായ അംഗബലം സമാഹരിക്കാൻ കഴിയാതെ വരികയും അതുവഴി പ്രമേയം സാങ്കേതികമായി തള്ളപ്പെടുകയും ചെയ്യും. CPMന്റെ പിന്തുണ തേടിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ സജീവമാക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. എങ്കിലും കോൺഗ്രസിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് CPM സംസ്ഥാന പ്രാദേശിക നേതൃത്വങ്ങൾ അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് വിലയിരുത്തൽ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിലൂടെ BJPക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കഴിയുമെങ്കിലും അവിശ്വാസം വിജയിപ്പിക്കാൻ ആവശ്യമായ അംഗബലമില്ലാത്തത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ അത് BJP ഭരണസമിതിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകും. തങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടും ഭരണസമിതിക്ക് ഭീഷണിയില്ലെന്ന് മേയർ VV രാജേഷ് പരസ്യമായി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവിശ്വാസത്തെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും മേയർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം കൗൺസിലർ സുഗതന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണസമിതിയെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രതിപക്ഷത്ത് സജീവമാണ്. എന്നാൽ സുഗതൻ അയോഗ്യനായാൽ പോലും ഭരണസമിതിക്ക് ഭീഷണി ഉണ്ടാകില്ലെന്നും തൽക്കാലം പ്രതിസന്ധികൾ ഉണ്ടാവില്ലെന്നുമാണ് ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. നിയമപരമായ എല്ലാ നടപടികളും കൃത്യമായി പാലിക്കുമെന്നും മേയർ ഉറപ്പ് നൽകിയതോടെ ഭരണസ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കില്ലെന്ന് BJP വിശ്വസിക്കുന്നു. മുൻ നിശ്ചയിച്ചതുപോലെ ഈ മാസം 29-ന് കൗൺസിൽ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. അജണ്ടകൾ ഇതിനകം തയ്യാറായി കഴിഞ്ഞു. V. ശിവൻകുട്ടി, K. മുരളീധരൻ തുടങ്ങിയ നേതാക്കളുടെ ആരോപണങ്ങളെ കോമഡി എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞ മേയർ ഭരണസമിതിക്കെതിരെയുള്ള ഹർജികൾ നിയമപരമായി നേരിടുമെന്നും പ്രഖ്യാപിച്ചു. സമരത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കൾ CPMന്റെ വാതിലുകളിൽ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും BJPയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം തൽക്കാലം നടപ്പിലാക്കാൻ സാധ്യതയില്ല.
CPM നേതൃത്വത്തിന്റെ മൗനം കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. BJP ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലായ്മ ഉയർത്തിക്കാട്ടി പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെങ്കിലും അവിശ്വാസം പോലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ അവർക്ക് വലിയ തടസ്സങ്ങളുണ്ട്. VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അടുത്ത 5 വർഷത്തേക്ക് സുരക്ഷിതമാണെന്ന ആത്മവിശ്വാസം BJP ക്യാമ്പുകളിലുണ്ട്. അതായത് 2047 വരെ കോർപ്പറേഷനിൽ BJP ഭരണം തുടരുമെന്ന മേയറുടെ പ്രസ്താവന ഇതിന്റെ തെളിവാണ്. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ BJP സമർത്ഥമായി ഉപയോഗിക്കുന്നു. അവിശ്വാസ പ്രമേയത്തിന് കൗൺസിലർമാരുടെ ഒപ്പ് ലഭിക്കാത്തതും ഭരണപക്ഷത്തെ തളർത്താൻ കഴിയാത്തതും പ്രതിപക്ഷത്തിന് ക്ഷീണമാകുന്നു. സമരത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഭരണപക്ഷത്തിന് സഹതാപം ഉണ്ടാക്കുന്നുണ്ടോ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സമരമുറകൾ ജനാധിപത്യപരമാകണമെന്ന മേയറുടെ ആഹ്വാനം പൊതുജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ BJP ഭരണസമിതിക്കെതിരെ ഉയർന്നു വന്ന അവിശ്വാസ നാടകങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും കാരണം അത് മേയർ VV രാജേഷിന്റെ കസേരയ്ക്ക് ഭീഷണിയാകില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. കോൺഗ്രസ് CPM ഐക്യം സംഭവിക്കാത്തിടത്തോളം കാലം അവിശ്വാസ പ്രമേയം വെറും കടലാസ പ്രമേയമായി മാത്രം ഒതുങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ ഭരണസമിതി നടത്തിയ ഗുരുതര ക്രമക്കേടുകളിലും സമഗ്ര പരിശോധന പ്രഖ്യാപിച്ച് മേയർ VV രാജേഷ്. വിഴിഞ്ഞം സോണിൽ ഹാർബർ വാർഡിലെ ഫ്ളാറ്റ് നിർമ്മാണം മുതൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വരെയുള്ള നിരവധി പ്രവർത്തികൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഴിഞ്ഞം സോണൽ ഹാർബർ വാർഡിൽ 4 വർഷം മുമ്പ് നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ കോൺക്രീറ്റ് അടർന്നു വീഴുന്ന സാഹചര്യം അതീവ ഗൗരവമുള്ളതാണെന്ന് മേയർ പറഞ്ഞു. നിർമ്മാണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർവഹണത്തിലും വ്യാപകമായ വീഴ്ചകൾ ഉണ്ടായി. പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ വിവിധ പ്രവർത്തികളിൽ സാങ്കേതികവും സാമ്പത്തികവുമായ അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നതിനായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കും. ഇത് സംബന്ധിച്ച് അടിയന്തര യോഗം വിളിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയ നടപടിക്രമങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ബസ് വാങ്ങൽ നടപടികൾ, ടെൻഡർ നടപടികൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ഉൾപ്പെടെ വിശദമായ പരിശോധന നടത്തും. പാളയം മ്യൂസിയം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പദ്ധതി ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളും പരിശോധനയുടെ പരിധിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതികളുടെ നിർവഹണത്തിലും സാമ്പത്തിക ക്രമക്കേടുകളും സാങ്കേതിക വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടപ്പാക്കിയ വികസന പദ്ധതികളിൽ ക്രമക്കേടുകൾ നടത്തിയവർ ശിക്ഷിക്കപ്പെടും. പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ എന്തും സംഭവിക്കാം. കോർപ്പറേഷന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ദിനമായിരിക്കും അത്. സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാട് BJP ഭരണത്തിന്റെ ആയുസ് നിശ്ചയിക്കും. കൂറുമാറ്റം നടന്നാൽ മേയർ VV രാജേഷിന് കസേര തെറിക്കും. അവിശ്വാസ പ്രമേയം വന്നാൽ BJPക്ക് ഭരണം കൈവിട്ടു പോകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്.